നമ്മുടെ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന് കീഴിലുള്ള ഇൻകം ടാക്സ് അപ്പാലറ്റ് ട്രൈബ്യൂണലിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല പോസ്റ്റാണ്, ഗസറ്റഡ് പോസ്റ്റാണ്, ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്ന പോസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമ്മൾ ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ, ഓൺലൈനായിട്ടല്ല. അപ്പോൾ അതെങ്ങനെയാണ് ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് അഡ്രസ്സിലേക്കാണ്, നമുക്കിതിൻ്റെ എക്സാം സെലക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ സാലറി എങ്ങനെയാണ്, വേക്കൻസി എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ദയവായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളതിൽ പ്രോപ്പറായിട്ട് ആ രീതിയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് GOCL എജുലാൻഡ് എന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് വരുന്ന അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ ഇടാറുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ ഒരു അപേക്ഷയും നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഇപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ്, അതുപോലെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഡേറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടാൽ നിങ്ങളത് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണുന്ന ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളണമെന്നില്ല. അത് നിങ്ങൾ നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് കാണുകയോ അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഞാനിവിടെ അതിൻ്റെ അപ്ഡേഷൻ, ഇവിടെ അഡ്മിറ്റ് കാർഡ് അതുപോലെ റിസൾട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളത് തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കത് യൂസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ആപ്പ് ഉണ്ട് GOCL എജുലാൻഡിനെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ GOCL എജുലാൻഡ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ അതിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നെബാർഡിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് CSIR CECRIയുടെ ഒക്കെ കോഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടെസ്റ്റ് സീരീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. വേറെയും ഈ പറയുന്ന NSCL അതുപോലെ തന്നെ SSC GD ഓക്കെ, ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് സീരീസും മറ്റു PGCLൻ്റെ ഒക്കെ എന്താണ് PYQസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. ഓരോ കാര്യങ്ങളും അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇപ്പം ഇതിൻ്റെയൊക്കെ എല്ലാവിധ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെയും ആ ഒരു ടെസ്റ്റ് സീരീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാം ഇൻകം ടാക്സ് അപ്പാലറ്റ് ട്രൈബ്യൂണൽ, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി അതുപോലെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന 2 കാറ്റഗറി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വിവിധ ബ്രാഞ്ചുകളിലുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വേക്കൻസി നമുക്ക് വന്നിരിക്കുന്നത് 35 വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസിയിൽ നിങ്ങൾക്ക് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറിയിൽ 15 വേക്കൻസി, SCക്ക് 2, STക്ക് ഇവിടെ വേക്കൻസി ഇല്ലെങ്കിലും അവർക്ക് ഈ ജനറൽ വേക്കൻസി ഇവിടെ 9 വേക്കൻസി ഉണ്ട്. അതിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. OBCക്ക് 1, EWS 3 ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. PWD കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസി, റിസർവ് വേക്കൻസി ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഇതിലേക്ക് നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ അതായത് റിസർവ് വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. OBC ആണെങ്കിൽ OBC NCL, SC/ST ആണെങ്കിൽ SC/ST കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിൽ 20 വേക്കൻസി ഉണ്ട്. അതിലേക്ക് SC 2, ST 1, OBC 9, EWS വേക്കൻസി ഇല്ല. അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ജനറൽ 8 വേക്കൻസി ഉണ്ട് കേട്ടോ. അങ്ങനെ PWDയിൽ ഒരു വേക്കൻസി അവർക്ക് റിസർവ് വേക്കൻസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് ഇവിടെ കാണാം. 45,600 മുതൽ ഈ പറയുന്ന സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ 1,81,000. അതായത് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് എന്താണ് നിയർ 1 lakhൻ്റെ അടുത്ത് നമുക്ക് സാലറി ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അത് മാത്രമല്ല ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ 44,900 മുതൽ 1,42,400 അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റാണ് ഇട്ടത്. നല്ല പോസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ 2 പോസ്റ്റാണെങ്കിലും സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രിയാണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, എനി ഗ്രാജുവേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ BA, BSc, BCom, ഇനി BE or BTech, എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് ഷോർട്ട് ഹാൻഡ്, ഇംഗ്ലീഷിലുള്ള ഒരു ഷോർട്ട് ഹാൻഡ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതായത് 120 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിൽ നമുക്ക് എന്താണ് ആ ഷോർട്ട് ഹാൻഡ് നമുക്ക് ആ സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട് കേട്ടോ.
അപ്പോൾ അത് നിങ്ങൾ നോക്കണം, അത് നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ളത്, അതിൻ്റെ കാര്യങ്ങളുമാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം, ഈ പറയുന്ന കമ്പ്യൂട്ടറൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും. അതിൽ തന്നെ നമുക്ക് ഈ പറയുന്ന MS ഓഫീസും എക്സലും അതുപോലെ പേജ് മേക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൊക്കെ അത്യാവശ്യം ഒരു അറിവുണ്ടായിരിക്കും എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മിനിമം 18 മുതൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് ഡിസംബർ ഒരു 16 കണക്കാക്കിയിട്ട് നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ കണക്കാക്കുന്നത് ഡിസംബർ 16. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് 35 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 38 വയസ്സ്, SC/ST ആണെങ്കിൽ 40 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ അവർക്ക് 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലൊന്നുമില്ല. ഇതിലേക്ക് റിട്ടൺ എക്സാമിനേഷനും പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഈ പറയുന്ന ഷോർട്ട് ആൻഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതായത് സ്പീഡ് ഉണ്ടോ എന്നുള്ളത്, പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് അതിൻ്റെ സെലക്ഷൻ വരുന്നത്. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ്റെ അതിൻ്റെ സ്കിൽ ടെസ്റ്റിൻ്റെയൊക്കെ സെൻറ്റർ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് കേരളത്തിലൊന്നും സെൻറ്ററുകളില്ല, ചെന്നൈ, ബാംഗ്ലൂരൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും 2 സെൻറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം പേപ്പർ 1 ജനറൽ ഇംഗ്ലീഷ് ആണ്, 100 മാർക്കിനാണ് ചോദിച്ചിരിക്കുക, മാർക്ക് ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് ഈ പറയുന്ന 20 വേർഡ്സിൽ 250 വേർഡ്സിൽ എസ്സേ, അതുപോലെ ലെറ്റർ റൈറ്റിംഗ്, പ്രിസൈസ് റൈറ്റിംഗ്, ഗ്രാമർ, ഇതൊക്കെയാണ് അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് പേപ്പർ 2 ആണ്. നിങ്ങൾക്ക് ജനറൽ നോളജും റീസണിങ്ങും കാര്യങ്ങളൊക്കെയാണ്, ജനറൽ സ്റ്റഡീസ്, ലോജിക്കൽ റീസണിങ്, കറണ്ട് അഫെയർ ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അങ്ങനെ 200 മാർക്കാണ് ടോട്ടൽ നമുക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റിന് ഒരു 100 മാർക്ക് ഉണ്ട്. അത് ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് 120 വേർഡ് പെർ മിനിറ്റും, ഇംഗ്ലീഷ് ടൈപ്പിംഗ് വേറെ തന്നെ നമ്മൾ 45 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ സ്പീഡ് ഉണ്ടായിരിക്കണം. അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണം. ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി, ഈ സ്പീഡിലേക്ക് നമ്മൾ എത്തി ക്വാളിഫൈ ചെയ്താൽ മതി, കൂടുതൽ മാർക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്, 50 മാർക്കിന് പേഴ്സണൽ ഇൻ്റർവ്യൂ. ഓക്കെ, അപ്പോൾ ആകെ നമുക്ക് നോക്കുകയാണെങ്കിൽ 100, 200, 300, 350 മാർക്കാണ് ടോട്ടൽ നമ്മൾ കവർ ചെയ്യേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ പറയുന്ന ജനറൽ നോളജും ജനറൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, മീൻസ് അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പറയുന്ന എക്സാം ഡേറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റലായിട്ടോ മെയിലായിട്ടൊക്കെ നിങ്ങൾ അറിയിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കണം, മെയിലും പോസ്റ്റലായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് നിങ്ങൾ അറിയിക്കുന്നു പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇനി ജനറൽ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോം ഉണ്ട്, ഫോം ഞാൻ കാണിക്കാം. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്ത് വെറുതെ അങ്ങ് അപ്ലൈ ചെയ്താൽ പോരാ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഫോമിൻ്റെ ആദ്യം തന്നെ നമ്മൾ പറയാം, ഒരു കവറിൽ പോസ്റ്റൽ കവറിൽ ഇട്ടിട്ടാണല്ലോ നമ്മൾ പോസ്റ്റലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ ആ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നിങ്ങൾ ഈ വാചകം പാടെ എഴുതി ചേർക്കണം. അതായത് ഈ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതുക, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതുക. ഇവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ത് ചെയ്യുക, വാചകം എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഈ പോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, SR.PS ഇട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ വെറും പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ വെറും പ്രൈവറ്റ് സെക്രട്ടറി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് 2 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, SR.PS ആൻഡ് PS ബോത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, 2 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പം നിങ്ങൾക്ക് 2 പോസ്റ്റിലേക്കും നിങ്ങൾ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 2ലേക്കും അപ്ലൈ ചെയ്യാം. കാരണം സെയിം ക്വാളിഫിക്കേഷനാണ് വരുന്നത്, സെയിം എക്സാം ആണ് വരുന്നത്, സെപ്പറേറ്റ് എക്സാമോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ 2ലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. 2ലേക്കും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഒന്നും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായവർക്ക് ഇത് സീക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ഇവിടെ പറയുകയാണത്, നമ്മൾ പോസ്റ്റൽ കവറിൽ നമ്മൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, ആ കവറിൻ്റെ മുകളിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതുക. എന്നിട്ട് നമ്മൾ ഈ വാചകം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാൽ മതി. സീനിയർ 2 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ കേട്ടോ. സീനിയർ ഇവിടെ കാണുമെങ്കിൽ senior.PS PS എന്നിട്ട് കൊടുക്കുക, അതായത് പ്രൈവറ്റ് സെക്രട്ടറി. ഇനി ആൻഡ് എന്നിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് ബോത്ത് എന്നിട്ട് കൊടുക്കുക കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ ബോത്ത്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ആൻഡ് പ്രൈവറ്റ് സെക്രട്ടറി ബോത്ത് എന്നുള്ള ലെവലിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ നിങ്ങൾ ആ ഒന്ന് മാത്രം അവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 2 പോസ്റ്റിലേക്കും ഒറ്റ ആപ്ലിക്കേഷൻ തന്നെ ആയിട്ട് കൊടുത്താൽ മതി, സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കേണ്ട. ഇനി ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ അതിൻ്റെ കൂടെ എന്ത് വെക്കണം എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻസും കൂടെ നമ്മൾ പോസ്റ്റൽ കവറിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ അപേക്ഷയുടെ കൂടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കണം. അത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്
എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്രാജുവേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ ഡിഗ്രിയുടെ ഫൈനൽ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് വെക്കാം. ഇനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കാം, ഒക്കെ അതിനനുസരിച്ച് വെക്കാവുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് സർട്ടിഫിക്കറ്റ് ഇതിൽ വെക്കണം എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സാധാരണ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ പറയുന്ന സ്റ്റെനോഗ്രഫി ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അതിൻ്റെ ഇപ്പോൾ നമുക്ക് ഈ ഡിസംബർ 16 വരുന്നത്. അപ്പോൾ നമുക്കൊരു ഷോർട്ട് ടൈമിൽ അത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഗ്രാജുവേഷൻ ആണെങ്കിൽ അതൊക്കെ പിന്നീടും ആവശ്യം വരും. അപ്പോൾ അതൊരു 120 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ എന്താണ് നമുക്കത് സ്പീഡ് ഉണ്ട് എന്ന് നമ്മൾ ഒരു നിശ്ചിതമായിട്ടുള്ള സ്ഥാപനം നമുക്ക് എന്ത് ചെയ്യണം, സർട്ടിഫൈ ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയും പാടെ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണം ആ സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഈ പറയുന്ന സ്പീഡ് ഉണ്ടെന്ന്, 120 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡ്, നമുക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ് ഉണ്ട് എന്നുള്ള പ്രത്യേക അതിൽ ആ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ ആ ലെവലിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കി അതിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സാധാരണ വ്യക്തികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് ഈ പറയുന്ന സ്റ്റെനോഗ്രഫിയായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ സ്റ്റെനോഗ്രഫി എന്താണെന്നും അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മീൻസ് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന എന്താണ് ചില പോസ്റ്റുകളിലേക്കൊക്കെ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിന് അതിന് വേറെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്കത് യൂസ് ആകും. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ പറയുന്ന എന്താണ് മറ്റു പല വേക്കൻസികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ആകും. അപ്പോൾ നിങ്ങൾ വെറുതെ ഡിഗ്രി ഒക്കെ എടുത്ത് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്തു വെക്കാവുന്നതാണ്. അപ്പോൾ ഡിസംബർ 16 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കോഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് കോഴ്സ് ചെറിയ കോഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് സർട്ടിഫൈ ചെയ്ത് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ്. ഇനി അതോടൊപ്പം തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് വേണം. അല്ലാത്തവർ അത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി OBC NCL ആണെങ്കിൽ അവർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിൽ കോപ്പി ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. ഇനി EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ അങ്ങനെയുള്ള അവരുടെ EWS ഇൻകം സർട്ടിഫിക്കറ്റ്, ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെക്കണം. അവർ ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനാണ്. ഇതൊക്കെ ഈ പറയുന്ന കാറ്റഗറി വൈസ് ഉള്ളവർ മാത്രം വെച്ചാൽ മതി. ജനറൽ കാൻഡിഡേറ്റ്സ് ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡിസബിലിറ്റി ആണ് PWD കാൻഡിഡേറ്റ്സ്, ശാരീരികമായ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് അവിടെ വെക്കണം, അത് തെളിയിക്കുന്നതിനുള്ള. പിന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫും വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ആ ഫോമിൽ നമ്മൾ ഒട്ടിക്കണം. ഒരു റീസെൻ്റ് ആയിട്ടുള്ള കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിനൊരു ക്രോസ് ആയിട്ട് നമ്മളൊരു സൈൻ ചെയ്യണം. അങ്ങനെ നമ്മൾ സൈൻ ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒന്നിവിടെ ഒട്ടിച്ചു, ഇനി 2 റീസെൻ്റ് ഫോട്ടോഗ്രാഫ്, സെയിം ഫോട്ടോഗ്രാഫ് തന്നെ നമുക്ക് 2 എന്ത് ചെയ്യണം, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ ആപ്ലിക്കേഷൻ കവറിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ടോട്ടൽ നമുക്ക് 3 ഫോട്ടോഗ്രാഫ് ആവശ്യമാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ഒട്ടിക്കുന്നു, 2 നമ്മൾ എന്ത് ചെയ്യുന്നു, പോസ്റ്റൽ കവറിൽ ഇട്ട് കൊടുക്കുന്നു. നേരത്തെ ഞാൻ പറയില്ല, ഇവിടെ ഈ പോസ്റ്റൽ കവറിലേക്ക് നമ്മൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ 2 സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിക്കാതെ, നമ്മൾ സൈൻ ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ അപേക്ഷ അയക്കേണ്ടത് ഞാനിവിടെ വേറൊരു കളറിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഡെപ്യൂട്ടി രജിസ്ട്രാർ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഫുൾ അഡ്രസ്സ് മുംബൈ, പിൻകോഡ് സാധ്യത കാണാം 40020 എന്ന് ഇവിടെ കാണാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ പോസ്റ്റലായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് അഡ്രസ്സ്. ഓക്കെ, ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അഡ്രസ്സ് വ്യക്തമായിട്ട് നോട്ട് ചെയ്യുക, കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്താൽ. അപ്പോൾ നിങ്ങളുടെ ഫ്രം എന്നുള്ള അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് ചെയ്താൽ, എന്നിട്ട് 2 എന്നുള്ള അഡ്രസ്സ് ഇത് എഴുതിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ അഡ്രസ്സ് ഇതുപോലെ എഴുതിയിട്ട് നിങ്ങൾ പോസ്റ്റലായിട്ട് സ്പീഡ് പോസ്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അയച്ചു കൊടുത്ത് നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തേണ്ട അവസാന തീയതി ഡിസംബർ 16 നമ്മൾ കണക്കാക്കുന്നത്. 45 ദിവസമാണ്. കാരണം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് 45 ദിവസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഏകദേശം ഡേറ്റ് എടുത്തിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് അപ്ലോഡഡ് ഓൺ പറഞ്ഞിട്ട് 4 നവംബറിനാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ഏകദേശം 45 ദിവസത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് 45 എന്നുള്ള ലെവലിലേക്കല്ല, നമ്മളത് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്ന അതിനനുസരിച്ചിട്ടൊക്കെയാണ്. നമ്മൾ ഏകദേശം ഒരു ഡിസംബർ 16 മാക്സിമം എൻഡ് ഡേ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രൂഷ്യൽ ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഡേറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് അഡ്രസ്സ്, വീണ്ടും പറയുകയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ, അതായത് ഓൾ ഇന്ത്യ സർവീസാണ് ഇത് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം, എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുക എന്നുള്ളതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വേറെ ഡൗൺലോഡ് ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഏകദേശം പേജ് നമ്പർ 6 മുതൽ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് പ്രിൻ്റ് എടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ 2 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഈ ഭാഗത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ. ഇനി നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ വരച്ച് ഒരു ജസ്റ്റ് ഒരു വരയിടുക, സ്കെയിൽ വെച്ചൊരു വരയിട്ടാൽ മതി കേട്ടോ.
ഓക്കെ, ഇതും പാടെ നിങ്ങൾ വരയ്ക്കണം. അതായത് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ആൻഡ് പ്രൈവറ്റ് സെക്രട്ടറി ബോത്ത് എന്നുള്ളതും വരയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് മാത്രമാണെങ്കിൽ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമാണെങ്കിൽ ബാക്കിയെല്ലാം വരച്ച് കളയാം, അത് മാത്രം അവിടെ വെച്ചാൽ മതി. ഇനി നേരെ തിരിച്ച് ഞാൻ കാണിക്കാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ 2 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരായിരിക്കും മെജോറിറ്റി. അവരെന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇവിടെ കാണുന്നത് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി വരയ്ക്കുക, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ വരച്ച് കളയുക. ഓക്കെ, ബാക്കിയുള്ളത് അവിടെ നിലനിർത്തുക. അതായത് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ആൻഡ് പ്രൈവറ്റ് സെക്രട്ടറി ബോത്ത് എന്നുള്ളത് അവിടെ നിലനിർത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു റീസെൻ്റ് ആയുള്ള പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ സൈൻ ചെയ്യുക. ഈ ഒരു ഫോട്ടോഗ്രാഫ് കൂടാതെ 2 അഡീഷണൽ ഇതേ സെയിം ഫോട്ടോഗ്രാഫ് നമ്മൾ എൻവലപ്പിൽ, അതായത് പോസ്റ്റൽ കവറിലിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ പേര് എഴുതുക, ഫാദറിൻ്റെ പേര്, കാറ്റഗറി SC ST OBC, ജനറലാണ് ജനറൽ എന്ന് കൊടുക്കുക. നിങ്ങൾ ജനറലാണ് GEN എഴുതിയാൽ മതി കേട്ടോ, GEN എഴുതിയാൽ മതി. ഇനി നിങ്ങൾ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. നാഷണാലിറ്റി നിങ്ങൾ ഇന്ത്യൻ എന്ന് കൊടുക്കുക. പിന്നെ നിങ്ങൾ ജെൻഡർ ഏതാണ്, മെയിൽ ആണെങ്കിൽ മെയിലിൻ്റെ അവിടെ ടിക്ക് ചെയ്യുക, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിൻ്റെ അവിടെ, ട്രാൻസ്ജെൻഡർ ആണ് ട്രാൻസ്ജെൻഡർ അത് ടിക്ക് ചെയ്യുക. ദെൻ അതോടൊപ്പം തന്നെ റിലീജിയൻ, നിങ്ങളുടെ റിലീജിയൻ, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കാം. ദെൻ ഏജ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ തന്നെ GOCL എജുലാൻഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അതിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഈസി ടൂൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. മെനുവിൽ ഏറ്റവും ടോപ്പിൽ മെനു എടുക്കണം, നിങ്ങൾ ടോപ്പിൽ ഈസി ടൂൾസ് എന്നുണ്ടാവും. അല്ല ഗൂഗിൾ ചെയ്താൽ തന്നെ മതി, നിങ്ങൾ ഗൂഗിളിൽ തന്നെ കാണാം ഈസി ടൂൾസ് നമ്മുടെ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഏജ് കാൽക്കുലേറ്റർ ഉണ്ട്, ഏജ് കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഏജ് കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഏജ് അറ്റ് ദ ഡേറ്റ് എന്നുള്ളത് December 16, 2024 ഇട്ട് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങളുടെ കറക്റ്റ് ഏജ് നിങ്ങൾക്ക് അളന്ന് കിട്ടും. അത് നിങ്ങൾ കറക്റ്റ് ഇവിടെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. എത്ര ഡേ, എത്ര മന്ത്, എത്ര ഇയർ ആയി എന്നുള്ളവിടെ ഇവിടെ എഴുതി കൊടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇയർ, മന്ത്, ഡേ അത് എഴുതി കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. കാരണം നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് എന്തെങ്കിലും അയച്ചാൽ നിങ്ങൾക്ക് കിട്ടണം, അതാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കണം. ഇനി നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ്, പിൻകോഡ് സഹിതമാണ് കേട്ടോ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും കൊടുക്കണം. അപ്പോൾ 2 സെയിം ആണെങ്കിൽ നിങ്ങൾ 2 സെയിം അതേപോലെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി 2 ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. ഇനി വാലിഡ് ആയുള്ള ഇമെയിൽ ID കറക്റ്റായിട്ട് കൊടുക്കണം, മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 10ാം ക്ലാസ്, +2, ഗ്രാജുവേഷൻ, ഇനി വേറെ ഏതെങ്കിലും ഉണ്ട് അതും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ ഇത് ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. നെയിം ഓഫ് ദ എക്സാമിനേഷൻ നമ്മളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെട്രിക്കുലേഷൻ എന്ന് കൊടുക്കുക, നമുക്ക് നെയിം ഓഫ് ദ എക്സാമിനേഷൻ യുവർ SSLC എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം യൂണിവേഴ്സിറ്റി ഓർ ബോർഡ്, കേരള ബോർഡ്. ഇപ്പോൾ SSLC ആണ് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ, CBSE ICSE ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ഇതിനടുത്തത് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് എന്നുള്ളത് നമ്മളെന്താണ് നോട്ട് അപ്ലിക്കബിൾ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കാരണം നമുക്കൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നില്ല, അപ്പോൾ നമ്മൾ ജനറലാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ NA എന്നിട്ട് കൊടുക്കാം. ജസ്റ്റ് നോട്ട് അപ്ലിക്കബിൾ എന്നിട്ട് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ NA എന്നിങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ SSLC തന്നെ എഴുതി വെച്ചാലും കുഴപ്പമില്ല. പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈസി ടൂളിൽ തന്നെ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എങ്ങനെയാണ് 10ാം ക്ലാസ്സിലെ പെർസെൻറ്റേജ് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഈസി ടൂളിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ ശതമാനം എങ്ങനെ കാണാമെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് ആ ഒരു വീഡിയോസും അതുപോലെ ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, വീഡിയോസ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതിൽ നിങ്ങൾ ഗ്രേഡ് ഒന്നെങ്കിൽ ഇട്ട് കൊടുക്കുക, ഡയറക്റ്റായിട്ട് നിങ്ങൾ ഗ്രേഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ വീഡിയോ കാണാം, രണ്ടും ചെയ്യാൻ നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജ് ഒരു ആവറേജ് എടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്കൊരു ആവറേജ് പെർസെൻറ്റേജ് മാത്രമേ കിട്ടുള്ളൂ. യഥാർത്ഥ പെർസെൻറ്റേജ് കിട്ടണം നമ്മൾ പരീക്ഷാ ഭവനിൽ നമ്മുടെ സ്കോർ കാർഡൊക്കെ വാങ്ങിയിട്ട് ചെയ്യണം. ഓക്കെ, എന്നാലും നമുക്ക് ആവറേജ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് +2ൻ്റെ അതുപോലെ കൊടുക്കാം, ഗ്രാജുവേഷൻ്റെ അതുപോലെ കൊടുക്കാം. ഇനി PG ഒക്കെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡിപ്ലോമ ഉണ്ട് അതൊക്കെ അതിന് കൂടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ് അടുത്ത ആഡ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ഷോർട്ട് ഹാൻഡ് അതുപോലെ ടൈപ്പിങ്ങിൻ്റെ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഷോർട്ട് ഹാൻഡ് നമ്മൾ ഈ പറയുന്ന ഏത് സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ ചെയ്ത് വെച്ച സ്ഥാപനത്തിൻ്റെ പേര്, നമ്മൾ സ്പീഡ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുക. ടൈപ്പിങ്ങിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം 45 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിലാണ്, അപ്പോൾ അത് ഇവിടെ എഴുതി കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അതിൻ്റെ നമ്മൾ ടൈപ്പിംഗ് എവിടെയും പഠിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ഥാനത്തിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഇനി അടുത്ത ഇവിടെ ചോദിക്കുന്നത് നമുക്ക് വർക്കിംഗ് നോളജ്, കമ്പ്യൂട്ടറിൽ വർക്കിംഗ് നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇവിടെ നോ എന്ന് കൊടുക്കുക. കാരണം നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് വർക്കിംഗ് നോളജ്, അതുകൊണ്ട് ഇവിടെ യെസ് എന്നുള്ള ടിക്ക് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ 2 എക്സാമിനേഷൻ സെൻറ്റർ ഇപ്പോൾ വേണം. ഒന്ന് ഞാൻ ചെന്നൈയും ഒന്ന് ബാംഗ്ലൂരും കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ 2 കൊടുക്കുക അവിടെ നിങ്ങൾ. ഇതിനടുത്ത് നമ്മുടെ ഏതെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ആഡ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഷീറ്റ് ഇതിലേക്ക് ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുള്ള കോളമാണ്. ഇനി എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുന്നത് വെച്ചാൽ അതിവിടെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. SSLC അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഓരോന്നും കൂടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ ഡിക്ലറേഷൻ നിങ്ങൾ വായിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഡേറ്റ് നിങ്ങളുടെ എന്നാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ ഡേറ്റ് ഇവിടെ ഇട്ട് കൊടുക്കാം. പ്ലേസ് ഏതാഴ്ച നിങ്ങൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങളോട് ഇട്ട് കൊടുക്കാം. ഇത്രയാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ആപ്ലിക്കേഷൻ ഫോം കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് തരും, അപ്ലൈ now എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം IT80 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് കൊടുത്താണ്. 35 വാക്കൻസിന് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ കാണിച്ച നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് 6ാമത്തെ പേജിലൊക്കെ ആയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം കിടക്കുന്നത്. അത് നിങ്ങൾ അതുപോലെ നല്ല വൃത്തിയായിട്ട് പ്രിൻ്റ് എടുക്കാം, എന്നിട്ടാണ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത്. നോട്ടിഫിക്കേഷൻ വീഡിയോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ആപ്പിന് പകരം നമ്മുടെ ആപ്പിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഐഫോണൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ ആൻഡ്രോയിഡ് പറ്റില്ലല്ലോ, അപ്പോൾ അവർക്ക് ഞാൻ ഈ വെബ്സൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ചാനലുണ്ട്, അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ടീം നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ റേറ്റ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇത്രയും ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.